നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. ശബരിമല സ്വർണ്ണ കവർച്ച. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗമായിരുന്ന A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലാനാണ് അനുമതിയുള്ളത്. P. കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയം. മാവേലിക്കര ചാരുമൂട്ടിൽ അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. CPIMന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് ജൂൺ 16 രാത്രി സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ മനസ്സാക്കാതെ കിട്ടി. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അവനെ വിട്ടേക്കും. അങ്ങനെ നമ്മൾ പോകത്തില്ല ചോദിക്കും. ഉമ്മയ്ക്ക് പരാതി ഉണ്ടോ? എനിക്ക് പരാതിയുണ്ട്. അങ്ങനെ പരാതി പിന്നെ എൻ്റെ മോൻ പഴുപ്പ് പോയില്ലേ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തം പഴുപ്പായി പോയെന്ന് പറഞ്ഞു. എക്സ്റേയും സ്കാനിങ്ങും എല്ലാം എടുത്തപ്പോഴത്തേക്ക് വാരിയെല്ലിന് പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്. എന്തോ മരുന്നിൻ്റെ സ്റ്റിക്കറാണ്. പെൻസിലോട്ട് ആവൂന്ന് പറഞ്ഞു. ശരീരം ബോഡി അനക്കല്ലു എന്നെല്ലാം പറഞ്ഞാൽ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നത്. കുനിച്ചു നിർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ തല വണ്ടിക്കകത്ത് വെച്ച് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്ന് പറഞ്ഞത്. അത് ഇക്ക പബ്ലിക്കായിട്ട് എന്നാ പറഞ്ഞത്. രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേഷനകത്ത് അവർ പറയുന്ന റെക്കോർഡ് എന്താ വോയിസ് ഉൾപ്പെടെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് എടുത്താൽ കിട്ടും. ആ റെക്കോർഡിനകത്ത് കാണും. എൻ്റെ ഇക്ക ഉറക്കെ പറഞ്ഞത്. രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വഴക്കിനോ അടിക്കോ ഒന്നും പോവാതെ നേരെ ചൊവ്വ നിന്ന ആളെ പിന്നെ ഈ പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അങ്ങ് ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായങ്ങ് ശ്വാസം മുട്ടായി. ഇപ്പൊ ഇത്രയായി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിയാദിന്റെ ഭാര്യയെല്ല് പൊട്ടിയെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഭാര്യ ആരോപിക്കുന്നു. ജൂൺ 16 ഒരു 12 മണി കഴിഞ്ഞാണ്. അന്നേരം ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാണ് പിടിച്ചോണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. എന്നിട്ട് കോവിലുമുക്ക് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയെന്നോ അങ്ങനെ എന്താ പറഞ്ഞു ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. മുതലത്ത് നല്ല അണക്ക് ഇടിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസാണ് ഇടിച്ചതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അത് സ്റ്റേഷനിൽ വെച്ചല്ലായിരുന്നു ആദ്യം പറയുന്നത്. ഞങ്ങളന്നേരം വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ഉണ്ട് ഞങ്ങളെ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നത്. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ട് പറയുന്നത് അമ്മ ചോദിച്ച് എന്തിനാ പിടിച്ചോണ്ട് പോയെന്നൊക്കെ തിരക്കിയായിരുന്നു. തിരക്കേൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് എന്നെ ഇങ്ങനെ പോലീസുകാർ ഇടിച്ച് ഇനിയും ഇടിക്കൂന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വേഗം വാടിയെന്ന് പറയുകയും ചെയ്തമ്മ. കുണ്ടറ സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിയാദനൊരു 17-ാം തീയതി ഉച്ചയോട് തന്നെ വിളിച്ചിട്ടുണ്ടായി. ഞങ്ങൾക്കൊരു എൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16 രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി.
ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴയ്ക്കും കേരളത്തിൽ നിന്ന് സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയെന്ന്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു. ഇതെനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തിട്ടില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ അപ്പോൾ സിയാദ് കാര്യം പറഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ മകളും വേറൊരു പയ്യൻ്റെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസിൽ നിന്ന് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇളയ ഇറക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായവർ ഇടിക്കുകയായിരുന്നു. പോലീസുകാർ ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു കാര്യം പറഞ്ഞു. ഇതിനകത്ത് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ, വാരിയെല്ലാം എടുക്കാൻ വയ്യ. പക്ഷേ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്നു. അതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. വന്ന് പറഞ്ഞ സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് ഇത് പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. പക്ഷേ ഇത് ഈ കൊച്ച് മുഖേനയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. ഈ 15 വയസ്സുള്ള പെൺകൊച്ച്. സംഭവത്തിനിടെ സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നു. ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? ഓർമ്മയില്ലേ പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തയാന്നോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിയോട് റിപ്പോർട്ട് തേടി. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. KSRTC കൊല്ലം ഡിപ്പോ പുനർനിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. KSRTC മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ബസ്സുകളുടെ ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ് ഡിപ്പോ പുനർനിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. KSRTC ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ബസ്സുകളുടെ ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിക്കും. പഴയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലത്താണ് പുതിയത് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പഴയ കെട്ടിടത്തിലെ ഓഫീസുകൾ ഗ്യാരേജിന്റെ പരിസരത്തേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. പ്രഥമമായാണ് ഇത്തരത്തിലൊരു മാനേജ്മെന്റ് കമ്മിറ്റി വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ജനകീയമായ പൊതുമേഖലാ സ്ഥാപനം. ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കേരളത്തിലെ KSRTC സംബന്ധമായി നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് KSRTCയെ കൂടുതൽ ജനകീയമാക്കി കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്ഥലത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാന സാമൂഹ്യ രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ KSRTCയെ നന്നായി കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും അതത് MLAമാർ അധ്യക്ഷരായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു മാനേജിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. KSRTC എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹിതമായ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമായിരുന്നു. ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർ കേരളം മുഴുവൻ യാത്ര ചെയ്തത് കൊല്ലത്ത് KSRTC സ്റ്റാൻഡിൽ വന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്താണ്. അങ്ങനെ തൊഴിൽപരമായും ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് KSRTCയാണ്. അതുകൊണ്ട് തന്നെ ഗൃഹാതുരത്വത്തോടു കൂടിയുള്ള ഒരു ഓർമ്മയും ഒരു ഇഷ്ടവും അടുപ്പവുമാണ് കൊല്ലം KSRTC ഡിപ്പോയെ സംബന്ധിച്ചിടത്തുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രി അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത് ആ KSRTC ഡിപ്പോയുടെ പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടി. ഇതിനോടൊപ്പം തന്നെ 5 മന്ത്രിതല യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളിലും തീരുമാനമാക്കി ഡിപ്പോ പൊളിക്കുന്നതിന് മുമ്പായി അവർക്ക് താൽക്കാലികമായൊരു ഓഫീസൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനത്തിന്റെ വകുപ്പ് തല നടപടികൾ മാത്രമേ അവശേഷിക്കുള്ളൂ. അത് എപ്പോൾ വരുന്നോ അപ്പം തന്നെ ആ തൊട്ടടുത്ത നിമിഷം പൊളിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ മാസമേ തീരുമാനമാക്കി
ഇരിക്കുകയാണ്. ഗ്യാരേജിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. ഭരണാനുമതി ലഭിച്ച 15 കോടി രൂപയ്ക്ക് ബസ് ടെർമിനൽ, ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. ഗ്യാരേജിന്റെ പുനർനിർമ്മാണം 2ാം ഘട്ടത്തിലാണ്. ബസ് സ്റ്റാൻഡ് 3 നിലകളിലായാണ് നിർമ്മിക്കുന്നത്. ഭാവിയിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുരുവിള ജോസഫ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ജില്ലാ TB സെന്ററിൽ നടന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം TB സെന്ററിൽ സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായും സർക്കാരിന് ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും ഓരോ പ്രോഡക്ട്സിന്റെയും ഫുഡ് പ്രോഡക്ട്സിന്റെയും കണ്ടൻസ് എന്ന് പരിശോധിച്ചു നോക്കും. ആ കണ്ടൻസിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ. ഈ ഭക്തരാരോഗ്യ സെന്ററിൽ തൊട്ട് ഈ തിരുവല്ല പഞ്ചായത്തിലെ കാര്യമുണ്ടായി നമ്മൾ എല്ലാ വകുപ്പുകളിലും മീറ്റിംഗ് വിളിച്ച് ലേഖനം നടത്തി വെള്ളം സാമ്പിളുകൾ അയച്ചപ്പോൾ ഏതാണ്ട് എല്ലാത്തിനും ഗുരുതര രോഗം വരുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. റവന്യൂ ടാക്സിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം പഞ്ചായത്ത് ഏരിയയിൽ വരുന്നത് ഇത്രയും സിറ്റി ഏരിയ പോലെ ഒരുപാട് ആളുകൾ പിന്നീട് സ്ഥലമല്ലല്ലോ. പക്ഷെ അങ്ങനല്ല, അടുത്തടുത്ത വീടുകൾ വരികയും സെപ്റ്റി ടാങ്കുകൾ ഉൾപ്പെടെ ഇങ്ങനെ കൂടുതലാകുമ്പോൾ വെള്ളം കണ്ടാമിനേറ്റഡ് എല്ലാ സ്ഥലത്തും നമുക്ക് ശ്രദ്ധ വേണം. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിലെ ഭക്ഷണത്തെക്കാൾ ഹോട്ടലുകൾ, മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത് തടയാൻ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഉത്സവ സമയങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിതാന്ത ജാഗ്രത പുലർത്തണം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്താൻ ബോധവൽക്കരണ പരിപാടികൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് SIT തീരുമാനം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടത്. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം അജികുമാർ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. 1 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും PS പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2019 സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് ഭരണസമിതി ശ്രമിച്ചതാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പപാളികൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വം ബെഞ്ചിനെയോ അറിയിക്കാതെ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് അന്വേഷണം 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും വ്യാപിപ്പിച്ചത്. A പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായ ദ്വാരപാലക ശില്പപാളി കേസിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്ത കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും തുടർ നടപടികളിലേക്ക് കടക്കാനുമാണ് SITയുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സുഹൃത്തുക്കളുമായി പന്തയം വെച്ച് ചക്കുവള്ളിച്ചിറയിൽ നീന്താനിറങ്ങിയയാൾ മുങ്ങി മരിച്ചു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ബാബുവാണ് മരിച്ചത്. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തുക്കളുമായി പന്തയം വെച്ച് ചക്കുവള്ളിച്ചിറയിൽ നീന്താനിറങ്ങിയ ആളാണ് മുങ്ങി മരിച്ചത്. പള്ളിശ്ശേരിക്കൽ ചിറയുടെ തെക്കതിൽ ബാബുവാണ് മരിച്ചത്. കൊല്ലത്ത് നിന്നുമെത്തിയ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമാണ് മൃതദേഹം കണ്ടെടുത്തത്. സുഹൃത്തുക്കളുമായി ബെറ്റ് വെച്ച് ചിറ നീന്തി അക്കരെ പോയി തിരികെ വരുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നീന്തി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബാബു പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു.
ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. PSC ക്രമക്കേട് CBI അന്വേഷിക്കണമെന്ന് BB ഗോപകുമാർ MLA. PSCയെ പിണറായി സതീശൻ കമ്മിറ്റിയാക്കി മാറ്റിയെന്ന് അദ്ദേഹം ആരോപിച്ചു. PSC ചെയർമാനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. PSCയെ പിണറായി സതീശൻ കമ്മീഷനാക്കി മാറ്റിയെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ പറഞ്ഞു. PSC ചെയർമാനെ മാറ്റി നിർത്തി കേന്ദ്ര ഏജൻസിയായ CBI തന്നെ കമ്മീഷനിൽ 10 വർഷമായി നടന്ന എല്ലാ ക്രമക്കേടുകളും അന്വേഷിക്കണമെന്നും കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആസൂത്രണ ബോർഡ് ചീഫ് എക്സാമിൽ നടന്ന ക്രമക്കേടാണ് അവസാനം പുറത്തു വന്നത്. അധികാര ദുർവിനിയോഗമാണ്. മുമ്പ് നടന്ന അന്വേഷണമെല്ലാം PSC സെക്രട്ടറിയെ ഒഴിവാക്കിയായിരുന്നു. ഇതുകൊണ്ട് PSCയുടെ നിഷ്പക്ഷത തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ കേരളീയരുടെയും PSCയെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത വീണ്ടെടുക്കാൻ ആവശ്യമായി മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലെ വിവാദം നമ്മൾ കണ്ടു. പ്ലാനിംഗ് ബോർഡിലെ ചീഫ് എക്സാമുമായി ബന്ധപ്പെട്ട് 58 മാർക്കിന്റെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്തിട്ടില്ല. ആ വാർത്തയാണ് ഏറ്റവും അവസാനം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ ആ വാർത്ത പുറത്തു വരാൻ 58 മാർക്കിന്റെ എന്തുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയില്ല? ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ സംശയം വന്നു. അവർ നോക്കിയപ്പോൾ അവർക്ക് മാർക്ക് ലഭിക്കേണ്ടതാണ്, പക്ഷെ മാർക്ക് ലഭിച്ചിട്ടില്ല. മൂല്യനിർണ്ണയം നടത്തിയ ചോദ്യപേപ്പർ അതിന്റെ കോപ്പി അവർ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു കാര്യം ബോധ്യമായത്. 58 മാർക്കിന്റെ മൂല്യനിർണ്ണയം നടത്താതിരുന്നത് PSCക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആരെയൊക്കെയോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് അത് വന്നത്. അങ്ങനെ തുടർച്ചയായി ഞാൻ ഏറ്റവും അവസാനത്തെ കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷക്കാലം PSCയിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേട്. മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കത്തിക്കുത്ത് കേസിലെ പ്രതിയെ, ആ പ്രതിയുടെ വീട്ടിൽ നിന്ന്, അദ്ദേഹം 1ാം റാങ്കുകാരനായിരുന്നു, ആ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആൻസർ പേപ്പർ അടക്കം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളും ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇവിടെ 10 വർഷക്കാലത്തെ PSCയിൽ നടന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേട് കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കിയത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്തും അദ്ദേഹത്തോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി നൽകിയത്. സുപ്രീം കോടതി ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്ത് അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പേവിഷം ബാധിച്ചതും ആക്രമണകാരികളുമായ നായ്ക്കളെ അനുകമ്പാപൂർവ്വം കൊല്ലാമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ മെയ് 19-നാണ് അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ വിധി നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് തെരുവുനായ ശല്യവും ആക്രമണവും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കർശന നടപടികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നേരിട്ട് അനുമതി നൽകിയത്. തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുകയും കടിയേൽക്കുന്നതും ആക്രമണവും പതിവാകുകയും ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് കൊല്ലാൻ അനുമതിയുള്ളത്. കൊല്ലുന്നതിന് മുമ്പ് തെരുവ് നായ്ക്കളെ യോഗ്യതയുള്ള വെറ്റിനറി ഡോക്ടർമാർ പരിശോധിക്കണം. 1960കളിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, 2023-ലെ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളും പാലിച്ചിരിക്കണം. പേ ബാധിച്ച നായ്ക്കൾ, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗമുള്ള നായ്ക്കൾ, അപകടകാരികളായ നായ്ക്കൾ എന്നിവയെയാണ് കൊല്ലാൻ അനുമതിയുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, വെറ്റിനറി വകുപ്പ് എന്നിവയുടെ ഏകോപനത്തിലാണ് നടപടികൾ നടപ്പാക്കുക. നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള വന്ധീകരണ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്. വയോധികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. പാരിപ്പള്ളി എഴിപ്പുറം ചിറയിൽ പുത്തൻ വീട്ടിൽ ഗോപീഷാണ് പിടിയിലായത്. വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ വസ്ത്രമലക്കുകയായിരുന്ന വയോധികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയോധികയുടെ പരാതിയിലാണ് അറസ്റ്റ്. കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. മയ്യനാട് കൂട്ടിക്കട പീടികമുക്ക് സ്വദേശി സനൂജാണ് പിടിയിലായത്. 30 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും 30 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. ബൈക്കിൽ സഞ്ചരിച്ചായിരുന്നു കഞ്ചാവ് വിൽപ്പന.
പി കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. നൂർനാട് സാനിറ്റോറിയം ഭൂമിയിലേക്കായിരുന്നു മാർച്ച്. KP റോഡിൽ സാനിറ്റോറിയത്തിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPIM ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചാരുമൂട് ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക സമുച്ചയ ഭൂമിയിലേക്കായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ മാർച്ച് KP റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു കേന്ദ്രീകൃത കേന്ദ്ര വിദ്യാലയം, ആ വിദ്യാലയം ഇവിടെ വരുന്നതിന് നമ്മളാരും എതിരല്ല, വിദ്യാലയങ്ങൾ വന്നോട്ടെ. പക്ഷെ ആ കേന്ദ്ര വിദ്യാലയങ്ങൾ പലതും ഇന്ന് ഇന്ത്യ രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുക. എന്തുമായിക്കോട്ടെ, പലതും അടച്ചുപൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ഇങ്ങനെ ഇവിടുത്തെ MPയും എല്ലാം കൂടെ മുൻകൈയെടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെതിരല്ല നമ്മൾ. അങ്ങനെ വിദ്യാലയം വന്നോട്ടെ, പക്ഷെ ആ വിദ്യാലയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ സാംസ്കാരിക സമുച്ചയം പ്രവർത്തിക്കുക. അതാണ് എൻ്റെ പ്രത്യേകത. ഒരു വിദ്യാലയം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വിദ്യാലയത്തിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഈ കേന്ദ്ര വിദ്യാലയം. ആ സാംസ്കാരിക വിദ്യാലയം സ്ഥാപനത്തെയാണ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നത്. അത് കേവലമായി ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ നാമധേയം പല പേരുകൾ ഓരോ ജില്ലയിലും ഇട്ട കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ പി കൃഷ്ണപിള്ളയുടെ പേര് അതിന് നൽകി, ആ സ്ഥാപനത്തിന് നൽകി. ആ ഒരൊറ്റ വിരോധമാണ്. ഈ പി കൃഷ്ണപിള്ള ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ഒന്നും ആരും വിവരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. മുരളീധരൻ ഇവ ആരോഗ്യമന്ത്രിയാണല്ലോ, അദ്ദേഹമാണല്ലോ പ്രഖ്യാപിച്ചത് ഈ സ്ഥലം നേരെ ഇതിനുവേണ്ടി കൊടുക്കുകയാണ് എന്നൊരു വിധത്തിൽ പ്രഖ്യാപിച്ചത്. അയാളുടെ അച്ഛൻ കരുണാകരന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുകയാണ്. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് നീങ്ങുകയാണ്. മുരളീധരൻ അറിയാൻ പാടില്ലെങ്കിലും മുരളീധരന്റെ അച്ഛൻ കരുണാകരൻ അറിയാം ഈ പി കൃഷ്ണപിള്ള ആരാണെന്നുള്ള കാര്യം. പി കൃഷ്ണപിള്ളയെ നല്ലപോലെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളാണ് കരുണാകരൻ. ആ പി കൃഷ്ണപിള്ളയുടെ പേരിൽ, പി കൃഷ്ണപിള്ള ആരായിരുന്നു? പി കൃഷ്ണപിള്ള എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. കോൺഗ്രസ്സുകാരനായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ് കേരളത്തിൽ. ചാരുമൂട് ഏരിയ സെക്രട്ടറി B ബിനു അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും അതാത് പ്രദേശങ്ങളുടെ സാംസ്കാരിക രംഗത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും നവോത്ഥാന നായകന്മാരുടെ പേരിൽ നവോത്ഥാന സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് പ്രകാരമാണ് 2023 നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ വളപ്പിൽ 5 ഏക്കർ സ്ഥലം പി കൃഷ്ണപിള്ളയുടെ സ്മാരകമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പരിവർത്തന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായി മാറിയ സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. ഇത് കേരളത്തിൽ ആകെ തിരുവനന്തപുരം ജില്ലയിൽ അയ്യങ്കാളിയുടെ പേരിലാണ്, കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ്. അങ്ങനെ ഓരോ ജില്ലകളിലും ആ ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള സാംസ്കാരിക നായകന്മാരുടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുവഹിച്ച ആളുകളുടെ പേരിലുമാണ് സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K രാഘവൻ, A മഹേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം G രാജമ്മ, S രാമകൃഷ്ണൻ, B വിശ്വൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു എന്നിവർ പങ്കെടുത്തു. നാടിന്റെ കലാ സാംസ്കാരിക രംഗം ചലനാത്മകമാക്കാൻ ഉതകുന്ന പദ്ധതിയാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇതിനായി ലെപ്രസി സാനിറ്റോറിയത്തിലെ 5 ഏക്കർ ഭൂമിയാണ് സാംസ്കാരിക സമുച്ചയ നിർമ്മാണത്തിനായി വിട്ടു നൽകിയത്. 4.5 ഏക്കർ സ്ഥലത്ത് നാടകശാല, സിനിമാ തിയേറ്റർ, സംഗീതശാല, ഒപ്പറ ഹൗസ്, ആർട്ട് ഗാലറി, പുസ്തകക്കടകൾ, സെമിനാർ ഹാളുകൾ, ശില്പികൾക്കും കരകൗശല വിദഗ്ധർക്കുമായി പണിശാലകൾ, നാടക റിഹേഴ്സൽ സൗകര്യം, കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെട്ടത്. 14 ജില്ലകളിലും വിവിധ നവോത്ഥാന നായകരുടെ നാമധേയത്തിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനാണ് LDF സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ശൂരനാട് തെക്ക് ഇഞ്ചക്കാട്ടാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ റെജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്നിയെ വെടിവെച്ചത്.
കാർഷിക വിളകൾ നശിപ്പിക്കുകയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡായ ഇഞ്ചക്കാട്ടാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ ഷൂട്ടർ റെജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്നിയെ വെടിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ രമേശ്, കലേഷ്, ഇഞ്ചക്കാട് രാജൻ, ശ്രീകുമാർ, അഖിൽനാഥ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. ശബരിമല സ്വർണ്ണ കവർച്ച. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗമായിരുന്ന A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലാനാണ് അനുമതിയുള്ളത്. P കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയം. മാവേലിക്കര ചാരുമൂട്ടിൽ അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. CPIMന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.